കോഴിക്കോട് നിന്നും ജോഷിലയാണ് തയ്യാറായിട്ടുള്ളത്. ജോഷില, എത്രത്തോളം വലുതാണ് മലയാളി ഓണക്കാലം എന്നത് നമുക്ക് പറഞ്ഞു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനെ യഥാർത്ഥ ഗൗരവത്തിൽ, പൂർണ്ണമായ ഗൗരവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമീപനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിൽ വലിയ തോതിലുള്ള പ്രതികരണം ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് ജനങ്ങളാണ്. സപ്ലൈകോ വഴിയും കൺസ്യൂമർ ഫെഡ് വഴിയും നിരവധിയായിട്ടുള്ള സാധനങ്ങൾ സബ്സിഡി വിലയിൽ ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് നമുക്കറിയാം. ഈ ഒരു ഫലപ്രദമായ ഇടപെടലിനെ ജനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെ പ്രതികരിക്കുന്നു? കാവ്യ, നമുക്കറിയാം മലയാളി ഏറ്റവും അധികം സന്തോഷത്തോടുകൂടി ആഘോഷിക്കുന്ന ഒരു ഉത്സവകാലമാണ് ഓണക്കാലം. അത് മഹാദുരന്തങ്ങൾക്കിടയിലും അത്തരമൊരു ആഘോഷത്തെ തടയുക എന്നുള്ളതല്ല, അതേസമയം തന്നെ ആഘോഷങ്ങൾക്കൊപ്പം തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ജനങ്ങളെ ഏത് വിധത്തിലൊക്കെ സഹായിക്കാൻ സാധിക്കുമോ ആ വിധത്തിലൊക്കെ സഹായിക്കാം എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ 14,000 കോടി ചെലവഴിച്ചുകൊണ്ട് സബ്സിഡി ഇനത്തിൽ 13 ഇനം സാധനങ്ങളാണ് ഇത്തവണ ഈ ഓണം വിപണിയിൽ സപ്ലൈകോ വഴിയും കൺസ്യൂമർ ഫെഡ് വഴിയും ഒക്കെ തന്നെ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നത്. വലിയ ഒരു പ്രശ്നം ഉണ്ടാകാതെ, അതായത് മലയാളിക്ക് വൻ വിപണി വിലയേക്കാൾ വലിയ വിലക്കുറവിലാണ് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ലഭ്യമാക്കുന്നത് എന്നുള്ളതാണ്. അതിനപ്പുറം മലയാളിയെ ഓണാഘോഷത്തിനായി സജ്ജമാക്കുക. പണ്ട് കാലങ്ങളിൽ ആളുകൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, കാണം വിറ്റും ഓണം ഉണ്ണുക എന്നുള്ളത്. ആ ഒരു അവസ്ഥയിലേക്കല്ല മലയാളി പോകുന്നത്. മലയാളിക്ക് കഴിയാവുന്ന വിധത്തിൽ ഓണം ആഘോഷിക്കാൻ അതിനുള്ളൊരു സാഹചര്യം ഒരുക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ കൂടെയുണ്ട് എന്നുള്ളത് തന്നെ തെളിയിക്കുന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഓണം വിപണി, അതായത് സപ്ലൈകോ വഴിയുള്ള ഓണച്ചന്ത. കോഴിക്കോട് സപ്ലൈകോ ഓണച്ചന്തയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വില വിവര പട്ടിക നമുക്ക് കാണാം. വൻപയറിന് 75 രൂപയാണ്. അതുപോലെ തന്നെ ഉഴുന്ന് കിലോഗ്രാമിന് 95 രൂപയാണ്. മുളക് അര കിലോഗ്രാമിന് 73 രൂപയാണ്. സാധാരണ വിപണിയിൽ 170 രൂപയാണ് കോഴിക്കോട്. 170 മേലെയാണ് കോഴിക്കോട് 1 കിലോഗ്രാം മുളകിനുള്ളത്. എന്നാൽ അര കിലോഗ്രാം മുളകിന് ഇവിടെ 73 രൂപ മാത്രമേ ഉള്ളൂ. അതായത് 1 കിലോഗ്രാം വരുമ്പോൾ ഏകദേശം 146 രൂപ വരെയാണ് വരിക. വലിയൊരു വ്യത്യാസം തന്നെയാണ്. 1 കിലോഗ്രാം മുളകിന് വലിയൊരു വ്യത്യാസം തന്നെയാണ് പൊതുവിപണിയിൽ നിന്നും സപ്ലൈകോ വിപണിയിൽ എത്തുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മല്ലി 39 രൂപ അര കിലോഗ്രാമിന്, പരിപ്പ് 115 രൂപയും, കടലയ്ക്ക് 69 രൂപയും, ചെറുപയറിന് 90 രൂപ, പഞ്ചസാര 33 രൂപ, വെളിച്ചെണ്ണ 136 രൂപ, അരി ജയക്ക് 29 രൂപ കിലോയിനാണ്. അതുപോലെ തന്നെ കുറുവ അരിക്ക് 33 രൂപയും, മട്ട അരിക്ക് 33 രൂപയും, പച്ചരിക്ക് 26 രൂപയാണ് കിലോഗ്രാമിന് വില കണക്കാക്കുന്നത്. എന്തായാലും ഇന്നലെയാണ് ഇവിടെ സപ്ലൈകോയുടെ ചന്ത തുറന്നിരിക്കുന്നത്. അന്ന് ആ സമയം മുതൽ ഇതുവരെ വൻ തിരക്കാണ്. ആളുകൾക്കിടയിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പല സാധനങ്ങളും വീണ്ടും പാക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എല്ലാ സാധനങ്ങളും ലഭ്യമാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഏട്ടാ, എന്തൊക്കെ സാധനങ്ങളാണ് കിട്ടിയത്? വില എങ്ങനെയുണ്ട്? സന്തോഷായില്ലേ? എവിടുന്ന് വരിക ഞങ്ങള്? വേറെ സപ്ലൈക്കോ അല്ലേ, വീടിൻ്റെ അടുത്തുള്ളൊന്നും ഇല്ലല്ലോ, ഒക്കെ ഇവിടെയല്ലേ ഉള്ളത്. വന്നു അല്ലേ? വരേണ്ടി വന്നു. ഓ, ഇതാണ് സാധനങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആളുകളെല്ലാം തന്നെ വളരെ സന്തോഷത്തിലാണ്. എന്താ ഇത്തവണ വിപണി വിലയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പരമാവധി വില കുറച്ച് സംസ്ഥാന സർക്കാർ ഇതൊക്കെ തന്നെ സാധ്യമാക്കുന്നു എന്നുള്ളത് തന്നെയാണ് വളരെയധികം സന്തോഷകരമായ അല്ലെങ്കിൽ ആശ്വാസകരമായ കാര്യം എന്നുള്ളത്. നമുക്ക് സപ്ലൈകോയുടെ ഈ സ്ഥലത്താണ് എല്ലാ സാധനങ്ങളും നിറച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ മാർക്കറ്റിൽ ഇപ്പുറത്തെ ചന്തയിൽ സാധനങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ തന്നെ ലഭ്യമാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഇവരുടെ ജീവനക്കാരോട് കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം. ഏട്ടാ, എങ്ങനെയുണ്ട് ഇവിടുത്തെ തിരക്ക്? അതുപോലെ തന്നെ എങ്ങനെയുണ്ട് സാധനങ്ങളുടെ ലഭ്യതയൊക്കെ? അപൂർവമായ തിരക്കാണ് രാവിലെ തൊട്ട്. ഇപ്പം തന്നെ 3-3.5 ലക്ഷമായി സെയില്. പിന്നെ അതുകൊണ്ട് എല്ലാവരും ഇറങ്ങി എല്ലാ പണികളും ചെയ്യാണ്. സാധനങ്ങൾ പെട്ടെന്ന് പാക്കാവാൻ വേണ്ടിയിട്ട് എല്ലാ ജീവനക്കാരും അരയും തരയും മുറുക്കി രംഗത്തിറങ്ങി എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു തസ്തിക നോക്കിയിട്ടുള്ള ജോലിയല്ല, എല്ലാവരും എല്ലാ ജോലിയും ചെയ്യാണ്. കാരണം അത് ഇവിടെ അത്യാവശ്യമാണ്. എങ്കിലേ സാധനങ്ങൾ റാക്കുമിലാവുള്ളൂ.
ഇതാണ് കാവ്യ, എല്ലാ ജീവനക്കാരും ഇറങ്ങിയിരിക്കുകയാണ്. അതായത് റാക്കിലേക്ക് സാധനങ്ങൾ തീരുന്നതിനനുസരിച്ച് പൊതുജനങ്ങൾ അത്രയധികം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വീണ്ടും റാക്ക് നിറക്കണം. അതുകൊണ്ട് തന്നെ തസ്തികകൾ പോലും നോക്കാതെ എല്ലാ ജീവനക്കാരും ഒരുപോലെ ഇറങ്ങിക്കൊണ്ട് എല്ലാ സാധനങ്ങളും ലഭ്യമാക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ഹാപ്പി അവർ എന്ന് പറയുന്ന ഒരു സമയം കൂടിയുണ്ട്. ആ സമയത്ത് ഇവർക്ക് മറ്റ് സാധനങ്ങൾ വളരെ വിലക്കുറവിൽ 10% വിലക്കുറവിൽ ആ സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ്. ചേച്ചി, എന്തുണ്ട് സാധനങ്ങളൊക്കെ എടുത്തോ? 500 ഉണ്ട് മോളെ. ചെറുപയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് ഉഴുന്ന് പരിപ്പല്ലേ? ആ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ടാവും. എങ്ങനെയുണ്ട് പർച്ചേസ് എങ്ങനെ നടക്കുന്നു? കുഴപ്പമില്ലാതെ പോണേ. സന്തോഷമായോ? ഓ സന്തോഷം. ആണ് കാവ്യ, ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, സാധനങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. നമുക്ക് ഒരാളോട് കൂടി ചോദിക്കാം. ഇവിടെ ഹാപ്പി അവർ സമയത്താണ്? അത് 2 മണി മുതൽ 4 മണി വരെയുള്ള സമയത്താണ്. എത്ര നല്ല വിലക്കുറവുണ്ട് ആ സമയത്ത്? നമ്മൾ അതിൻ്റെ മുകളിൽ ഇപ്പം വിൽക്കുന്നതിനേക്കാളും 10% കുറയും, വീണ്ടും കുറയും. സ്റ്റേഷനറി ഐറ്റംസിനൊക്കെ. സാധാരണ മറ്റ് ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ വില കുറവുണ്ടാവാറുള്ളൂ. ഇപ്രാവശ്യം സ്റ്റേഷനറി ഐറ്റംസിനും കുറയും, ശബരിക്കും 10% കുറയും. നല്ല ഓഫറുകളൊക്കെയാണുള്ളത്. ഇതാണ് കാവ്യ. സാധാരണ ഒരേ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ഹാപ്പി അവർ എന്ന് പറയുന്നത്. ഈ സബ്സിഡിക്ക് പുറമേ ഉള്ള സാധനങ്ങൾ അല്പം കൂടി വിലക്കുറവിൽ ലഭിക്കുന്ന മണിക്കൂറുകളാണോ? തീർച്ചയായും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ മറ്റ് സാധനങ്ങൾ കൂടി വിലക്കുറവിൽ ലഭിക്കുന്ന ഒരു സമയമാണ് ഹാപ്പി അവർ എന്ന് പറയുന്നത്. 2 മണി മുതൽ ഏകദേശം 4 മണിക്ക് ശേഷം വരെ ഉള്ള ഒരു സമയത്ത് 2 മണിക്കൂർ നേരം ഹാപ്പി അവർ ഉണ്ടായിരിക്കും. ആ സമയത്ത് മറ്റ് സാധനങ്ങൾ കൂടി വിലക്കുറവിൽ ലഭ്യമാകും എന്നുള്ളതാണ് ജീവനക്കാരടക്കം പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഇന്നലെ രാവിലെ മുതൽ കാണുന്ന തിരക്കാണിത്. ആ തിരക്കിൽ ആണ് ഞങ്ങൾ ഇതുവരെ ആളുകളോട് ഇടപെട്ടതും. ആളുകളൊക്കെ തന്നെ ആശ്വാസത്തിലാണ്. വിപണി വിലയേക്കാൾ അത്രയേറെ വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ജോഷില